ഇതിൽ ഈ വലയിൽ ഒരിക്കലും കുടുങ്ങിയിട്ടല്ല മീൻ പിടിക്കുക. അത് കണ്ടാടി വല എന്ന് പറയാ. കുടുങ്ങി പിടിക്കുന്നത് നമ്മൾ കണ്ടാടി വല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളിവിടെ നീട്ടുവല അല്ലെങ്കിൽ ലൂപ്പിന്റെ ചാള അങ്ങനെ പറയുള്ളൂ. അത് കുടുങ്ങി പിടിക്കുന്ന വല വേറെയാണ്. അത് 48 മില്ലി അങ്ങനെയൊക്കെ പറയാം. ഇത് ഒരിക്കലും കുടുങ്ങില്ല. അതിപ്പോ നമ്മൾ എന്താ പറയാ, കളർമീനെ കോരി പിടിക്കുന്നില്ല, ഈ അരിപ്പ കൊണ്ട് കോരി പിടിക്കുന്നില്ല. ഇതിന് മനസ്സിലായി ഏകദേശം ഇപ്പൊ ഇത് 220 240 മാറൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ കൈക്കൊക്കെ ഒരു 240 മാറ് നീളം ഉണ്ടാവും. എന്റെ കൈക്ക് ഒരു 30 മാറ് താഴ്ച ഇറക്കുണ്ടാവും. ഇത്ര ഉണ്ടാവും. ഇനി അടുത്ത വല ഉണ്ടാക്കുന്നത് ഒരു 280 300 മാറ്. മറ്റേ ഈ ഇത്തിരി കൂടി നോട്ടിക്കൽ കൂടുതൽ പോകാനുള്ള വല ഉണ്ടാക്കുന്നത് ഒരു 300 മാറ് 45 അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പോകും. തിരിച്ചെടുക്കണം. അത് ഇതിന്റെ താഴെത്തട്ടിലൂടെ ഒരു വള പോലത്തെ, അതായത് റിങ് എന്ന് പറയാം, ഒരു ചെമ്പ സ്റ്റീലോ ഇരുമ്പിന്റെ റിങ് ഉണ്ടാവും. അത് ഫുള്ളായിട്ട് എല്ലാവരുടെ താഴെ തട്ടിലുണ്ടാവും, എല്ലാവരുടെ താഴെ ഉണ്ടാവും. അതിനുള്ളിൽ കൂടെ ഒരു കയറ്, അതായത് നല്ല അത്യാവശ്യം മണ്ണുള്ള ഒരു റോപ്പ് ഓടിക്കും. അത് മെഷീനിൽ 2 സൈഡിൽ കൂടെ അത് ഓടിച്ച് കണ്ട 2 സൈഡിൽ കൂടെ അത് കയറ്റുക, അത് അടിച്ച് കയറുക. ആ മെഷീനോട് ചുറ്റി കയറും തോറും ഈ റിങ് കംപ്ലീറ്റ് ചുരുങ്ങി വരും. അത് ചുരുങ്ങി വരുന്ന ആ സാലഡ് കംപ്ലീറ്റ് കയറി വഞ്ചിട്ട് മേലേക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ കാർക്ക് മാത്രം വെള്ളത്തിലുണ്ടാവുന്നു. ഇതിലോട്ട് കംപ്ലീറ്റ് വഞ്ചിട്ട് മേലേക്ക് കയറും. സ്വാഭാവികമായിട്ട് അതാ ഞാൻ പറഞ്ഞു, അരിപ്പ കൊണ്ട് ഇപ്പൊ നമുക്ക് കളർ മീൻ അങ്ങനെ പിടിക്കുന്നത് അന്നത്തെ പോലെ ആയിരിക്കും പിന്നെ മീൻ നിൽക്കുക. പക്ഷെ കുഞ്ഞുങ്ങളെ നമുക്കറിയാം, ഒരുവിധം കുഞ്ഞുങ്ങളൊന്നും നമ്മൾ പിടിക്കാൻ പോകില്ല. അത് പിടിക്കാൻ പാടില്ല ഓൾറെഡി. അത് നമ്മൾ പിടിക്കൊന്നുമില്ല. നമുക്ക് ഇത്ര ഇളവുണ്ട്, ആ സാധനം പിടിച്ചാൽ നമുക്ക് കരോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ തന്നെ നമുക്ക് ഫൈനുണ്ട്. അത് ഒരാളെ അടുത്ത ആൾ വിളിച്ച് പറയും, സ്പോട്ടിൽ കോസ്റ്റൽ പോലീസ് എത്തും, അളവെടുക്കും. ചെറുതാണെങ്കിൽ ഫൈൻ അടിക്കും. ബോട്ടുകാർക്ക് പ്രശ്നം വരില്ല, ബോട്ടുകാർ ചെറുതും വലുതൊക്കെ അതാ പറഞ്ഞത്. പക്ഷെ അതാ പറഞ്ഞത്, നമുക്ക് മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. അവര് കൂടുതലും ചെറുമീനും എല്ലാ മീനും അടിച്ചുകൊണ്ട്. അതെ, നമ്മൾ പോകുന്ന എക്സ്പെൻസ്, അതായത് നമ്മൾ ഇവിടുന്ന് ചേറ്റുവേൽ പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 10 12 13 14 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് പോകുന്ന വണ്ടിയുടെ ചെലവ്. അത് എല്ലാവരും ഇവിടെ ഉള്ളതല്ല, അത് കുറെ ആൾക്കാർ ഇവിടുന്ന് പൊന്നാനി മുതലിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടുന്ന് വണ്ടി ഇവിടെ വന്ന് ചേറ്റുവേൽ പോകുന്നുള്ള എക്സ്പെൻസ് വണ്ടിയുടെ. അതിന് പുറമെ നമ്മൾ പോകുന്ന മെഷീനിക്ക് എണ്ണ, പെട്രോൾ, മണ്ണെണ്ണ, പിന്നെ നമ്മൾ ഭക്ഷണം, കാര്യങ്ങൾ, ചായ എല്ലാം നമുക്ക് നഷ്ടമാണ്. പോയിട്ടൊന്നും കിട്ടില്ല. അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾക്ക് കൂടുതൽ ചെറുമീനാണ് പിടിക്കാൻ പോകാറ്. അപ്പോൾ അതെ, നമ്മൾ ഈ പറയുന്ന മീനങ്ങളൊക്കെ തന്നെ കിട്ടുക. ഈ അയില, ചാള, ചെമ്മീൻ, ചൂട, മെത്തള്, വല്ലപ്പോഴൊക്കെ ആവോലി, പിന്നെ അങ്ങനൊക്കെ തന്നെ ഈ കോലി, അങ്ങനത്തെ മീനുകൾ മാത്രമാണ് നമുക്ക് കിട്ടുക. പിന്നെ അത് വേറെ കണ്ടോ, ഈ ഫിഷിങ് ചിലപ്പോൾ പല വ്യത്യസ്തമായ ഫിഷിങ്ങുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വലയും നമ്മൾ പോകുന്ന പണിയത് മാത്രമാണ്. ഈ വല കൊണ്ട് ഇത്ര ഡിസ്റ്റൻസിൽ പോകാൻ പറ്റുള്ളൂ. എത്ര കിലോമീറ്റർ വരെ പോകാൻ പറ്റും? ഇതിലൊരു 10 നോട്ടിക്കലിന്റെ ഉള്ളിലൊക്കെ ഒരു 8 നോട്ടിക്കല്, 8 പാന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 പാത്തിന് അടുത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. അതിനുള്ളിലേ പോകാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇട്ട് പോകാൻ പറ്റില്ല. അതിന് മേലേക്ക് പോകാൻ വേറെ വല ഉണ്ടാക്കണം. ഓൾറെഡി പണിയില്ല, പണിയില്ലാത്തത് കൊണ്ട് വീട് പുതിയതാക്കുന്നു. പണിയിലാണെങ്കിൽ ആ പഴയ വല വെച്ച് പണിയെടുക്കും. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വല മൂടിയിട്ടുണ്ട്, അത് ഞങ്ങളെ വല തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ആ വലയുടെ പണിയെടുക്കാൻ. ഇത് വലിയൊരു എക്സ്പെൻസ്. കടലിൽ അങ്ങനെ വല്ലാതെ ചൂട് തോന്നിക്കില്ല നമുക്ക്, അതായത് ഇല്ലല്ല. നമ്മൾ വെള്ളത്തിലായതുകൊണ്ട് കരയിൽ വന്നാൽ നമുക്ക് ചൂട് കൂടുതലുണ്ട്. ഈ കരയിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നം. നമുക്ക് മഴ വേണം കൂടുതൽ. നമുക്ക് മഴ ഉണ്ടാവും തോറും ഈ കരയിലേക്ക്, വെള്ളം തണുക്കും തോറും ഈ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതെ, കരയിലേക്ക് വരില്ല. അത് കുഞ്ഞുങ്ങളിടാൻ അല്ല മുട്ട വിരിക്കാനായിട്ട് അതൊക്കെ വരില്ല അത്. അതെ അതെ. പക്ഷെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് ഈ കരയിലെ കുഞ്ഞുങ്ങളിപ്പോ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു 45 ട്രോളിങ്. പക്ഷെ അത് നമുക്കില്ല, നമുക്ക് നെറ്റ് വ്യത്യാസമുണ്ട്, നമുക്കത് ബാധിക്കില്ല. പക്ഷെ എങ്കിലും അതിനളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ കരയിൽ തന്നെയാണ് കൂടുതലുണ്ടാവുക. അങ്ങനെ തന്നെ. പക്ഷെ വേറെ കാര്യമുണ്ട്, കൂടുതലും പറഞ്ഞല്ലോ ഈ ചെറുമീനൊക്കെ കുറവാണ്. ഇപ്പൊ മീൻ വളരെ കുറവാകാൻ കാരണം വലിയ ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം മീൻ പിടിക്കുന്നുണ്ട്. അവര് നെറ്റിന് പ്രത്യേകതയുണ്ട്. ഈ സമയത്തൊക്കെ കൂടുതൽ ഈ മഴക്കാലത്തൊക്കെ ഒരു കുഞ്ഞുങ്ങൾ വിരിയിക്കാൻ വലിയ വലിയ മീനുകളൊക്കെ അവരെ ബോട്ടിൽ നെറ്റ് കൊണ്ട് കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. അത് ഭയങ്കര പ്രശ്നമാണ്. അവര് ഫിഷിങ്ങിന് ബോട്ട് വെച്ച് ഇതേപോലത്തെ തെളിഞ്ഞ വല പല ഒരു 3-4 സെറ്റ് വലയാണ്. പക്ഷെ അത് അടിത്തട്ട് പൊട്ടിട്ട് ഫുള്ള്, അത് 1-2 അത് നിരോധിച്ച വലയാണ്. ഫൈനും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവർ ഭയങ്കര ഡേഞ്ചറാണ്. അവരെ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവരെ നമുക്ക് ഒരുപാട് നഷ്ടമാണ്. അതായത് നമുക്ക് മീൻ കുറയുന്ന അവരെ കാരണം. അത് പറഞ്ഞാൽ അവരെ ഫിഷിങ്ങിന്റെ വല എന്നാണത് ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. നമ്മൾ വെച്ചാൽ നമുക്ക് ചെറുമീൻ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഏകദേശം 3 സെന്റിമീറ്റർ കളന്നിട്ട് ഏകദേശം വലുതായിട്ട് നമ്മൾ കരയിലേക്ക് എത്തും. പക്ഷെ ഇത് കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടി കരയോട്ട് വരുമ്പോൾ തന്നെ അത് അവിടുന്ന് നശിച്ചു പോവുക സാധനം. അതാണ്.
അത് മാത്രമല്ല അവർ ട്രോളിങ്ങിന്റെ സമയത്താണെങ്കിലും ഈ സാധനം ഭയങ്കര പ്രശ്നമാണ്. അത് അവർ കട്ടടിക്കുന്നതാണ്, കട്ട് വലിക്കുന്നതാണ്. അവർ ശരിക്ക് കോസ്റ്റൽ പോലീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അത് കണ്ടിട്ടല്ല. പക്ഷെ അത് കണ്ടിട്ടാണ് കാണുന്നത് അറിയില്ല. പക്ഷെ അത് കണ്ടവർ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. പക്ഷെ അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമുക്ക് അതിനെ തടുക്കാനുള്ള ഇതൊക്കെ ഇപ്പം ഉണ്ട്. അന്ന് ഫസ്റ്റ് ആദ്യ കാലങ്ങളിലൊന്നുമല്ല. ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ വലിയ നെറ്റ് ഉണ്ട്. അത് അത്യാവശ്യം ഉണ്ടാകും. ഇതിന് വലുതാണ്. അതായത് ഒരു ഏകദേശം 100 പോരാ, 100-120 അത് വരും. അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട്. പക്ഷെ അതിനുള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ നോക്കാം വല ചവറ. പക്ഷെ അതിന് പുറത്തൊക്കെ ആയിട്ട് ആ സാധനം ചുറ്റി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമ്മളത് ഉപദ്രവിക്കാനായിട്ട് വല കടിക്കാൻ ഇതാക്കാനോ അത് വരില്ല. അതിലുള്ളതാണല്ലോ. പക്ഷെ അത് മീൻ ഉണ്ടെങ്കിൽ നമുക്കത് വേഗം മനസ്സിലാവും. അത് ഓൾറെഡി അതിന് സ്വയം മീൻ പിടിക്കാനുള്ള സാഹചര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ കഴിവുണ്ടായി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ വല ചുറ്റി പിടിച്ചതിനുള്ളിൽ കുടുങ്ങി കിടക്കണല്ലോ. ഇതിനെ ആക്രമിക്കാൻ സുഖമാണ്. അപ്പൊ അത് കടിച്ചു കളയും. ഇത് കടിച്ചു പറിക്കും. മൊത്തം വലയോട് കൂടി പറിച്ചു കൊടുക്കും. അപ്പൊ ഓരോ പറിക്കും നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. മീനിനെ പോലൊക്കെ തന്നെ നമ്മളിപ്പോ ഡോൾഫി ഒക്കെ അല്ലേ, ഡോൾഫി ഒക്കെ ഉണ്ടല്ലോ, അതേ മോഡലൊക്കെ തന്നെയാണ്. അതിപ്പോ ഈ കടലാന എന്ന് പറയുന്നതും അതൊക്കെ സെയിം ഒരു മീനിന്റെ ആകൃതി തന്നെയാണ്. അത് വ്യത്യസ്തമായൊരു ഇതൊന്നുമില്ല. ഇത് പല നാട്ടിൽ പല പേരാണ്. ഇവിടെ കൊള്ളിന്നും പറയും, അല്ലെങ്കിൽ ഇളക്കോളി എന്ന് പറയും. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ സീസണൊക്കെ അവസാനിച്ച് പണി ഏകദേശം വളരെ മോശം എന്ന് പറയാം. വളരെ മോശമായിട്ട് വളരെ മോശം. അപ്പൊ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം മോശമാണ്. ഇപ്രാവശ്യം ഒരു വർഷത്തിൽ ഇങ്ങനെ ഇതൊക്കെയാണ്. ഇനിയിപ്പോ അടുത്ത സീസൺ തുടങ്ങണം. ഏകദേശം ഒരു 4 മാസം അടുത്ത് ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെ, 4 മാസം ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ 4 മാസം പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. പണി അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം ചിലപ്പോൾ മോശമായിട്ട് കൊണ്ടുവരാൻ വരുന്നത്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമുക്ക് കിട്ടാൻ ഇപ്പൊ തന്നെ ചെറുമീനാ കിട്ടുക. ചാള, ഇല, ചെമ്മാന്, ചെമ്മീന്, അതേപോലെ ഈ മെത്തള്, ചൂട, അങ്ങനെ ഈ മീൻ തന്നെ മതി നമുക്ക് ജീവിക്കാൻ. ഈ മീൻ തന്നെ കിട്ടിയാൽ മതി. പക്ഷെ പണ്ട് കാലങ്ങളിൽ അത്രയും മീനുകൾ ഈ നാളുകളിൽ ഇല്ല. അതാണ് സംഭവം. പണ്ട് കാലങ്ങളിൽ ചില കടലിൽ ഇറങ്ങിയാൽ മതി, ചെന്നാൽ മതി, മീനാണ്. വില കുറവാണെങ്കിലും അന്ന് മീൻ അധികം ഉണ്ട്. അപ്പൊ അത് നമുക്കത് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. ഇപ്പോ മീനില്ല.